നമസ്കാരം. എം എം മണിയുടെ വിടുവായ്ത്തരം CPM-ന് തിരിച്ചടിയാകുന്നു. എം എം മണിയുടെ വായിൽ നിന്നും ഇത്തരം സംസാരങ്ങൾ CPM-നോ ജനങ്ങൾക്കോ പുത്തരിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ നാവിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഒരു ജനപ്രതിനിധിയുടെ വാക്കുകൾ എങ്ങനെയായിരിക്കരുത് എന്നതിന് ഉദാഹരണമാണ് മണിയാശാൻ. ഒരിക്കലും ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഓരോന്നും. എന്തായാലും ഇക്കുറി മണിയുടെ നാവ് നീണ്ടത് ഗവർണർക്ക് നേരെയാണ്, അതും സഭയിൽ തന്നെ. കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് ചില പണികൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ മണി ആ പണികൾക്ക് വിശേഷണമായി പറഞ്ഞ വാക്കാണ് കടുത്തുപോയത്. ഇതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലായിരുന്നു മണിയുടെ ഈ പരാമർശം. മണിയുടെ പ്രയോഗം മോശമാണ് എന്നും അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭാരേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. ഉടൻ തന്നെ തന്റെ പ്രയോഗം പിൻവലിക്കുന്നതായി മണി അറിയിച്ചു. പ്രയോഗിച്ച വാക്ക് അത്ര വലിയ അബദ്ധമാണ് എന്ന് തനിക്ക് തോന്നിയില്ല എന്നും എന്തായാലും താനതങ്ങ് പിൻവലിച്ചേക്കാമെന്നുമായിരുന്നു മണിയുടെ വിശദീകരണം. ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണികൾ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന് ഓർക്കണമെന്നും പ്രതിപക്ഷത്തോട് മണി പറഞ്ഞു. വ്യക്തമായി പറഞ്ഞാൽ ഗവർണറെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്ന് മണി നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ സഭയെ മണി അവഹേളിച്ചു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടു. മാമ എന്ന പ്രയോഗം അത്ര മോശമല്ല എന്നും എങ്കിലും പരാമർശം താൻ പിൻവലിക്കാമെന്നും മണി അറിയിച്ചു. ഗവർണർമാരെ ഉപയോഗിച്ച് സകല വൃത്തികേടും ചെയ്തവരാണ് കോൺഗ്രസ് എന്നും മണി ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി അസഭ്യവർഷം നടത്തിയിരുന്നു. LDF പൊതുയോഗത്തിൽ ഗവർണറെ നാറി എന്ന് മണി അധിക്ഷേപിച്ചത് ഏറെ വിവാദമായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ നവകേരള സദസ്സിന് നേരെ വിമർശനവുമായി കുറുക്കോളി മൊയ്തീനും രംഗത്തെത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെരുവിലേക്കിറങ്ങിയതിനാൽ തെരുവ് നായയുടെ ശല്യം കുറഞ്ഞുവെന്നും നവകേരള സദസ്സിനിടെ തെരുവ് നായ വാർത്തകൾ കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മൊയ്തീന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അപമാനിക്കുന്നതാണ് എന്നും ഇതും സഭാരേഖകളിൽ നിന്ന് പിൻവലിക്കണമെന്നും PP ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടു. മന്ത്രിമാരെല്ലാം കൂടി തെരുവിലേക്കിറങ്ങിയത് ഇവിടെയൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതിന് നവകേരള സദസ് എന്ന് പേരിട്ട് ആകെ നിങ്ങൾ നാട്ടിൽ ചുറ്റി നടന്നു. ചെറിയൊരു ആനുകൂല്യം കിട്ടി. നിങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ തെരുവിലേക്കിറങ്ങിയപ്പോൾ 1.5 മാസക്കാലം തെരുവ് നായയുടെ ശല്യമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെയൊരു ആശ്വാസം കിട്ടിയെന്നല്ലാതെ നിങ്ങളുടെ ഈ തെരുവ് നാടകം കൊണ്ട് എന്താണ് കേരളത്തിന് നേട്ടമുണ്ടായത്? ഇങ്ങനെയായിരുന്നു മൊയ്തീൻ നിയമസഭയിൽ ചോദിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് UDF MLA-മാർ ആരെയും കണ്ടില്ല എന്ന വിമർശനം തൊട്ടു മുൻപ് തന്നെ സംസാരിച്ചിരുന്നവരെല്ലാം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് മൊയ്തീൻ ഇക്കാര്യം പറഞ്ഞത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഭരണപക്ഷത്തു നിന്നും ഉയർന്നു വന്നത്. മൊയ്തീന്റെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു എം എം മണി രംഗപ്രവേശനം ചെയ്തത്. മണിയുടെ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമാണ് സഭയിൽ ഉണ്ടായത്. മ്ലേച്ഛമായ പരാമർശമാണ് നടത്തിയത് എന്നും ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു.